കർത്താവിന്റെ ഏകപരിസമായ നാം വാഴ്ത്തണം. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവജന ചിന്തയ്ക്കായി ദൈവജന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. പുരുഷാരം ഒക്കെയും വിസ്മയിച്ചു, ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം വായിച്ച വചനം എന്ന് പറഞ്ഞാൽ പുരുഷാരം ഒക്കെയും വിസ്മയിച്ചു, ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ അത്ഭുതങ്ങളും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും നടക്കുന്ന ശുശ്രൂഷകളിൽ പലപ്പോഴും ജനത്തിന് അവിശ്വാസം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ജനത്തിന് വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ യേശു ശബത്തിനും കർത്താവാണെന്ന് എന്ന് ഈ മത്തായി സുവിശേഷം 12-ാം അധ്യായം വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. യേശു ശബത്തിനും കർത്താവ്. അപ്പം 12-ാം അധ്യായം 1 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ശബത്തിൽ കതിർ പറിച്ച് തിന്നുന്ന ശിഷ്യന്മാർ 12, 1, 2 ഭാഗങ്ങൾ വായിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതുപോലെ 12:9 തൊട്ട് 15 വരെ വായിച്ചാൽ വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ യേശു ശബത്തിൽ ചെയ്ത 7 അത്ഭുതങ്ങളെക്കുറിച്ച് മത്തായി സുവിശേഷത്തിലും മർക്കോസിന്റെ, ലൂക്കോസിന്റെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. 12-ാം അധ്യായം 16 തൊട്ട് 21 വാക്യം വായിക്കുമ്പോൾ യേശു ജാതികളുടെ പ്രത്യാശ എന്നുള്ളതാണ്. തുടർന്നാണ് യേശുവും ബേൽസെബൂലും ഹല്ലേലൂയ തമ്മിൽ ഉള്ള ഒരു പഠനത്തെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ യേശു ശബത്തിലും കർത്താവാണെന്ന് യഹൂദ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം. അവർക്കത് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിത, വിശുദ്ധ തിരുവെഴുത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടന്ന ശുശ്രൂഷകൾ ഈ ലോകത്തിലെ മറ്റൊരു പ്രമാണത്തിലും കാണാൻ കഴിയാത്തതുകൊണ്ടും സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇന്നും വെളിപ്പെട്ട് അത് ഇന്നും നടക്കുന്നത് കൊണ്ടുമാണ് മറ്റുള്ളവർക്കെല്ലാം യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കാൻ കഴിയാതെ പോകുന്നത്. കാരണം മറ്റ് പ്രമാണങ്ങളിലൊന്നെയും ഇതുപോലെയുള്ള അത്ഭുതകരമായ ശുശ്രൂഷ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ വേദപുസ്തകത്തെ, സത്യവേദ പുസ്തകത്തെ തകർത്തു കളയുവാൻ സത്യവേദ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ദൈവിക ശുശ്രൂഷകളെ, ദൈവിക സത്യങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഒരു കൂട്ടം ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നാം വായിച്ച വചനം എന്ന് പറയുന്നത് യോഹന്നാൻ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായമാണ്. അതിന്റെ 22 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം ചിലർ കുരുടനും ഊമനുമായ ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം യേശു അവനെ സൗഖ്യമാക്കി. പുരുഷാരം ഒക്കെയും വിസ്മയിച്ചു, ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത് കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായി ബേൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നിറഞ്ഞ ശുശ്രൂഷയും ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്കൊരു വിസ്മയമാണെങ്കിലും പരീശന്മാര് പറയുകയാണ്, ഇവൻ ഭൂതങ്ങളുടെ തലവനായിരിക്കുന്ന ബേൽസെബൂലിനെ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്, അല്ലാതെ ഇതൊന്നും ചെയ്യുവാൻ കഴിയില്ല. അപ്പൊ യേശു അവരുടെ നിരൂപണം, ഹല്ലേലൂയ, അവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നിൽ തന്നെ ചിത്രിച്ചുവെങ്കിൽ ശൂന്യമാകും, ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ചിത്രിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ ചിത്രിച്ചു പോയല്ലോ, പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസെബൂലിനെ കൊണ്ട്, ഹല്ലേലൂയ, ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാർ ആകും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ എത്തിയിരിക്കുന്നത് സ്പഷ്ടം എന്ന് യേശുവിടെ പറയുന്ന കാണാൻ കഴിയും. അപ്പൊ ആ കാലഘട്ടത്തിൽ പരീശന്മാർക്ക് സംശയം ഉണ്ടായിരുന്നത് പോലെ അവരും ബേൽസെബൂലിനെ കൊണ്ടാണ് യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് ഒരു കൂട്ടം ജനം വാദിച്ചതുപോലെ തന്നെ ഇന്നും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമ്പോൾ യേശു ഇന്നും കർത്താവെന്ന് വിശുദ്ധ വേദപുസ്തകം തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം ജനം അന്ന് എതിർത്തതുപോലെ തന്നെ ഇന്ന് എതിർക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രേമാതാവേ, പിതാവേ, ശ്രോതാവേ,
നിങ്ങൾ എത്രമാത്രം എതിർത്താലും നിന്ദിച്ചാലും അപമാനിച്ചാലും സത്യത്തെ സത്യമല്ലാതാക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. സത്യം എന്ന് നിലനിൽക്കുക. സത്യത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. സത്യത്തെ തടുക്കുവാൻ ഒരു വ്യക്തിക്കും കഴിയില്ല. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നടന്നിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ദൈവാത്മാവിൽ നടന്നതാണെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവായിരിക്കും കർത്താവിന് ബേൽസെബൂലിനെ കൊണ്ട് അല്ലെങ്കിൽ പിശാചിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കേണ്ട ഒരു കാര്യമില്ല. കാരണം യേശു ദൈവമാണ്. യേശു ദൈവമായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന് ദൈവാത്മാവിന്റെ അധികാരത്തോട് തന്നെ താൻ ദൈവം എന്നുള്ള നിലയിൽ തന്റെ അധികാരം ഉപയോഗിച്ച് തന്നെ തനിക്ക് ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കാനും കഴിയും. ആ ശുശ്രൂഷയാണ് ഹല്ലേലൂയ ഇന്ന് നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും ലോകരാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾ പിറുപിറുത്തത് കൊണ്ടോ പല്ല് കടിച്ചത് കൊണ്ടോ നിങ്ങൾ അതിനെതിരെ ചൂഷണം ചെയ്തുകൊണ്ടോ ഒന്നും സത്യത്തെ തടഞ്ഞു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അല്ലേ? അപ്പൊ യേശു ശബത്തിലും കർത്താവ് എന്ന് വെളിപ്പെടുത്തി തരുമ്പോൾ യേശു സകല കാലങ്ങളിലും സകല ജനത്തിന്റെയും കർത്താവാണ്, സൃഷ്ടാവാണ്, സകല ജനത്തിന്റെയും രക്ഷകരാണ്. അവയെ തിരസ്കരിക്കുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ നഷ്ടപ്പെടുത്തുവാനോ ഒന്നും ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ യേശു ആരാകുന്നു എന്ന് കണ്ടുപിടിക്കുന്നതിൽ ഇസ്രായേൽ ജനത്തിന് വലിയ പ്രതിസന്ധി തന്നെ ആ കാലഘട്ടത്തിൽ നേരിട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ദൈവപുത്രനായി മശിഹ ജനിക്കും, രാജകുമാരനായി അരമനയിൽ ജനിക്കും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ യേശു കാലിത്തൊഴുത്തിൽ ജനിച്ചതും എളിമയോടെ വളർന്നതും കണ്ടപ്പോൾ ഇടറിപ്പോയെങ്കിലും, അന്നത്തെ കാല ജനം ഇടറിപ്പോയെങ്കിലും, ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ നടന്ന അത്ഭുതങ്ങളെ കണ്ടിട്ട് പറയാണ് ഇവൻ ദാവീദ് പുത്രൻ തന്നെ എന്ന്. അന്നത്തെ ജനം ഉദ്ദേശിച്ചത് യേശു അന്നത്തെ രാജാക്കന്മാരുടെ അരമനകളിൽ ജനിക്കും, ഹല്ലേലൂയ, അവരുടെ കൊട്ടാരങ്ങളിൽ ജനിക്കും, അവരുടെ കൊട്ടാരങ്ങളിൽ വളരും എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് കർത്താവായ യേശുക്രിസ്തു, ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ ജനനവും വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് കാലിത്തൊഴുത്തിൽ കിടത്തിയതും പിന്നത്തേതിൽ, ഹല്ലേലൂയ, യേശുക്രിസ്തുവിനോട് നടന്ന ശുശ്രൂഷകൾ, യേശുക്രിസ്തുവിനോട് നടന്ന അത്ഭുതങ്ങൾ കണ്ടിട്ട് ഈ ജനം ചോദിച്ചതാണ് ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന്. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന സ്നേഹിത, ആരെല്ലാം കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു, ഹൃദയങ്ങളെ സമർപ്പിച്ചു കൊടുക്കുന്നു, നിങ്ങളുടെ ഭവനത്തെ സമർപ്പിച്ചു കൊടുക്കുന്നു, അവിടെ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം വെളിപ്പെടും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് രോഗികൾ സൗഖ്യം പ്രാപിക്കും. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ള ഭൂതങ്ങൾ പുറത്താകും. യേശുവിന്റെ സാന്നിധ്യമില്ലെങ്കിൽ നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ തലമുറയിലും മുഴുവൻ ഭൂതങ്ങൾ വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. മക്കളെ, ഇന്ന് ഈ ലോകത്തിൽ നമുക്കറിയാം ജനം മുഴുവൻ അല്ലെങ്കിൽ നോമ്പ് കാലഘട്ടത്തിൽ വ്രതമാണ്. സ്വന്തം വ്രതമെടുത്ത് പലരും വ്രതാവസ്ഥയിൽ ഇരിക്കുന്നെങ്കിലും പലരുടെ ഉള്ളിലും ദൈവ സാന്നിധ്യമില്ല. പലരും ദൈവമില്ലാത്ത ജീവിതമാണ് ചെയ്യുന്നത്. ഇന്നും അവരുടെ ഉള്ളിൽ സാത്താന്യ ശക്തികൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ദൈവഹിതമല്ലാത്ത, ദൈവിഷ്ടമല്ലാത്ത പലതിലും അവർ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിൽ എപ്പോഴും ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അവനെ ഈ ലോകത്തിന് ശത്രുവിനെ തകർക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ നടക്കുന്ന ശുശ്രൂഷ കണ്ടപ്പോൾ അവർ പറയുകയാണ് ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് ആശ്ചര്യപ്പെടുവാനും തുടങ്ങി. പിശാചി പിടിച്ച ഊമനും കുരുടനുമായിരുന്ന ആ മനുഷ്യനെ സൗഖ്യമാക്കി, ഹല്ലേലൂയ, സംസാരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ജനങ്ങളെല്ലാം ആശ്ചര്യപ്പെട്ടു. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ, സ്തോത്രം. ഊമനും, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഊമനായിരുന്ന മനുഷ്യനെ, ഹല്ലേലൂയ, സൗഖ്യമാക്കിയപ്പോൾ അവൻ ഊമനും കുരുടനുമാണ്. അവനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ, അവന്റെ ബന്ധനം വഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, അവനിൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് മാറിക്കഴിഞ്ഞപ്പോൾ ജനത്തിന് സംശയം, ഇവൻ തന്നെയാണോ മശിഹ? ഇവൻ തന്നെയാണോ കർത്താവ്? ഇവൻ തന്നെയാണോ ദൈവം? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഇന്ത്യയെങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം. കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കത്തക്ക നിലയിൽ വേദപുസ്തക സത്യങ്ങൾ വെളിപ്പെടുത്തി തരുമ്പോൾ, ഇന്ന് നിങ്ങൾ വേദപുസ്തകത്തെ തള്ളിക്കളയാൻ ശ്രമിക്കുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ ശാപമായി മാറും, പാപമായി മാറും. ഹല്ലേലൂയ. കുടുംബം ബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ യേശു എപ്പോഴും ഏത് സാഹചര്യത്തിൽ നോക്കിയാലും യേശു കർത്താവ് തന്നെയാണ്. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. യേശുക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്
കാരണം യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ആമെ യഹോവയായ ദൈവം ശക്തമായി ദൈവരം ഉപയോഗിച്ച വ്യക്തിയാണ് യെശയ്യാ പ്രവാചകൻ എന്ന് പറയുന്നത്. അപ്പൊ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വേദഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 17 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. അവിടെ എന്താണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇത് ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വയ്ക്കും. ഹല്ലേലൂയ. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. അവൻ കരയുകയില്ല, നിലവിളിക്കുകയില്ല. ആരും തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയില്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയില്ല. അവൻ ന്യായവിധി ജയത്തോളം നടത്തും. അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വെക്കും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകനും മുന്നമേൽ രേഖപ്പെടുത്തി വെച്ച് എന്താണ്? യേശു ജാതികളുടെ പ്രത്യാശയാണ്, യേശു ജാതികളുടെ വെളിച്ചമാണ്, യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. അവൻ ലോകത്തെ നിർമ്മിച്ചവനാണ്, ലോകത്തെ ഉണ്ടാക്കിയവനാണ്, ലോകത്തെ സകല ചരാചരങ്ങളെയും അവന്റെ വാക്കുകൊണ്ട് ഉണ്ടാക്കിയതും നിർമ്മിച്ചതുമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം തൊട്ട് നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇത് വായിച്ചിട്ട് മനസ്സിലാകാത്ത ഒരു കൂട്ടം ആളുകളാണ് അന്ധത പിടിച്ചിട്ട് പലതും പറഞ്ഞു നിരത്തുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു നിരത്തിയാലും യേശുക്രിസ്തു ദൈവം തന്നെയാണ്. യേശുക്രിസ്തു ദൈവം തന്നെയാണ്. യേശുക്രിസ്തു ദൈവം തന്നെ എന്ന് വിശ്വസിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിന്റെ കെട്ടുകൾ, നിന്റെ ഭവനത്തിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിന്റെ കെട്ടുകൾ മാറിപ്പോകും. ഇല്ലെങ്കിൽ നീ യേശുക്രിസ്തുവിനെ കുറിച്ച് ദുരാരോപണം പറഞ്ഞുകൊണ്ട് നടക്കും. കാരണം യേശുവിനെ കുറിച്ച് ദുരാരോപണം പറഞ്ഞ് നടക്കുന്നത് നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തി മുഖാന്തരമാണ്. അഥവാ അല്ലെങ്കിൽ ആ നിലയിൽ നിന്ന് മടങ്ങി വരുന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ അവസാനം എത്ര അരാജകത്വമായിരിക്കും. അപ്പം ദൈവജനം ഇന്നും ചെയ്യുന്ന, ദൈവത്തിന്റെ ദാസിദാസന്മാർ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം അവരിൽ കൂടെ നടക്കുന്ന ശുശ്രൂഷകൾ കാണുമ്പോൾ ഒരു കൂട്ടം ജനത്തിന് ഇന്നും പിറുപിറുപ്പാണ്. ഹല്ലേലൂയ. ഇവിടെ എന്താണ്? ബേൽസെബൂലും യേശുവിനെ കുറിച്ച് മത്തായി 12-ാം അധ്യായം 23 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ ഇതിനോട് സാമ്യമുള്ള ഭാഗമാണ് ഹല്ലേലൂയ 9-ാം അധ്യായം 22 തൊട്ട് 32-34 വരെ ഭാഗങ്ങളിൽ ഭൂതഗ്രസ്തൻ യഹൂദ ജാതിയുടെ ഒരു ചിത്രമാണ്. ഭൂതഗ്രസ്തൻ എന്ന് പറയുന്നത് യഹൂദ ജാതിയുടെ ഒരു ചിത്രമാണ്. ഇന്നും ഈ ഭൂതഗ്രസ്തൻ എന്നൊക്കെ പറയുന്ന ഈ ലോകത്തിലെ സകല ജനത്തിനും വ്യാപിച്ചിരിക്കുന്ന, സകല ജനത്തിനും വെളിപ്പെടുത്തുന്ന ഒരു ചിത്രം. യഹൂദനെ സ്തോത്രം കാണിക്കുന്ന, യഹൂദനെ കാണിക്കുന്ന യഹൂദ ജാതിയുടെ തന്നെ ഒരു ചിത്രമായതുപോലെ തന്നെ ഇന്നും അത് തന്നെയാണ്. അവർക്ക് ഇന്നും കണ്ണുണ്ടായിട്ടും കാണാതെയും, ചെവി ഉണ്ടായിട്ടും കേൾക്കാതെയും ഒരു ജനത്തിന്റെ വിടുതൽ കാണാതെയും ഇരിക്കുന്ന ഈ ജനം. ചിലർക്ക് കണ്ണുണ്ടായിട്ടും കാണാൻ കഴിയത്തില്ല, ചെവി ഉണ്ടായിട്ടും കേൾക്കാൻ കഴിയത്തില്ല. ലോകത്തിൽ ജാതികളുടെ ഇടയിൽ നടക്കുന്ന അത്ഭുതങ്ങൾ, അടയാളം കണ്ടിട്ട് വിശ്വസിക്കാൻ കഴിയാതെ പലരും യേശുവിന്റെ നാമത്തെ തള്ളിപ്പറയുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഭൂതം പുറത്തായപ്പോൾ രോഗി ആരോഗ്യവാനായി മാറി. ഇവിടെ ഊമനും സ്വതം കുരുടനുമായിരുന്ന മനുഷ്യൻ, അവന്റെ മേൽ ഉണ്ടായിരുന്ന ഭൂതം മാറിക്കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ആരോഗ്യമുള്ളവനായി, ആ മനുഷ്യൻ സന്തോഷമുള്ളവനായി മാറി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ കഴിഞ്ഞ കാലങ്ങളായി ദുരാത്മാവിനെ ബന്ധിക്കപ്പെട്ട്, നിന്റെ തലമുറ ദുരാത്മാവിനെ ബന്ധിക്കപ്പെട്ട് ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ലാത്ത കുടുംബത്തിനകത്ത് കണ്ണുനീരിന്റെ നടുവിലാണോ? ഹല്ലേലൂയ. പല വഴികളും പല മാർഗങ്ങളും നീ ആലോചിച്ചിട്ടും പോയിട്ടും അന്വേഷിച്ചിട്ടും നിന്റെ മക്കളുടെ മേലെ ദുരാത്മാവിനെ മാറാതെ ഇന്നും നിന്റെ കുടുംബ ശാപത്തിന്മേലാണെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ യേശുക്രിസ്തു ശാപത്തിനും കർത്താവാണ്, ദുരാത്മാവിന്റെ മേൽ അധികാരമുള്ളവൻ യേശു മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുത്താൽ, ഹല്ലേലൂയ, നിന്റെ തലമുറയെ സമർപ്പിച്ചാൽ, ഹല്ലേലൂയ, നിന്റെ മക്കളുടെ മേലുള്ള ആ ദുരാത്മാവിനെ, ഭൂതത്തെ യേശു പുറത്താക്കി തരിക തന്നെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നീ ഒരു ആരോഗ്യമുള്ളവനായി മാറും, അല്ലെങ്കിൽ ഉള്ളവനായി മാറും. നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീരും മാറാൻ തുടങ്ങും. വ്യക്തം ചെയ്യാം. ഇന്നും പല കുടുംബത്തിനകത്തും അല്ലെങ്കിൽ ദുരാത്മാവിന്റെ പോര നടക്കുന്നേ. ദുരാത്മാക്കൾ പല കുടുംബത്തെയും ബന്ധിച്ചിരിക്കുകയാണ്, പുറത്തു വരുവാൻ കഴിയാതെ. പൈശാചിക ശക്തികൾ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കുടുംബത്തിനകത്ത് കണ്ണുനീരാ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യേശുക്രിസ്തു ശബത്തിനും കർത്താവാണെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന പോലെ ഞങ്ങൾ ഇന്ന് ശക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ ലോകത്തിൽ ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവൻ, രോഗികളുടെ മേൽ അധികാരമുള്ളവൻ, മരണത്തിന്മേൽ അധികാരമുള്ളവൻ ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്.
ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നെങ്കിൽ മരണത്തിന്മേലും ഭൂതത്തിന്മേലും പാതാളത്തിന്മേലും സാത്താൻ ശക്തികളുടെ അധികാരമുള്ള യേശു നിന്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ നീക്കിത്തരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു നിന്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ നീക്കി തരണമെങ്കിൽ ദൈവം അയച്ച ദൈവത്തിന്റെ ദാസിദാസന്മാർ പറയുന്ന ദൈവത്തിന്റെ വചനം നീ കാതുകൊണ്ട് കേൾക്കണം. ഹല്ലേലൂയ. രക്തത്തെ അല്ലാതെ അവരെ ആട്ടി ഓടിച്ചതുകൊണ്ടോ അവരെ തിരസ്കരിച്ചതുകൊണ്ടോ നിനക്ക് പ്രയോജനമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ നിങ്ങൾ നിന്ദിക്കും തോറും അപമാനിക്കും തോറും, യേശുവിന്റെ നാമത്തെ നിങ്ങൾ തള്ളിക്കളയും തോറും, നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ദൈവിക അഭിഷക്തന്മാരെ ദൈവദാസിമാരെ നിങ്ങൾ ആട്ടി ഓടിക്കുമ്പോൾ എല്ലാം നിന്റെ കുടുംബത്തിനകത്തൊരു ദുരാത്മാവിന്റെ സേവ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. നീ നിന്റെ കുടുംബം ദുരാത്മാവിനെ ബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിനക്ക് പുറത്തു വരുവാൻ കഴിയാതെ നീ നെട്ടോട്ടം മൂടുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുക. നിന്റെ മേലുള്ള ദുരാത്മാവിനെ നീക്കുവാൻ, നിന്റെ മേലുള്ള അന്ധകാരത്തെ നീക്കുവാൻ, നിന്റെ മേലുള്ള ഇരുളിനെ നീക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യും. പാപത്തിലും ശാപത്തിലും രോഗത്തിന്റെ നിലവിലും ജീവിക്കുന്ന പ്രിയ സ്നേഹിത, നീ നിന്റെ കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടി എത്രയോ കാലമായി നീ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്നും വിടുതലില്ലാതെ നീ കടന്നു പോവുകയാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായി ദൂത്, നീ എത്ര ബന്ധനത്തിനകത്ത് അകപ്പെട്ട വ്യക്തിയായിരുന്നാലും ഇന്ന് പകൽ നിന്റെ ഹൃദയം നീ യേശുവിന് കൊടുത്താൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ യേശു നീക്കി തരും. രക്തം ചെയ്യും. കാരണം വേദപുസ്തകം അത്രമാത്രം സത്യമാണ്, അത്രമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളെ കൊണ്ട് നിറയപ്പെട്ടതാണ്. മറ്റൊരു പ്രമാണത്തിനും പറയാൻ കഴിയാത്തതാണ് വിശുദ്ധ സത്യവേദ പുസ്തകം പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം വായിക്കുമ്പോൾ കാണുന്നത് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു വലിയ കൂട്ടം പിശാചുക്കളുടെ സൈന്യം തന്നെയുണ്ട് ലോകത്തിൽ. അതുകൊണ്ട് അവരുടെ സ്തോത്രം ഗ്രൂപ്പിൽ ഭിന്നത ഉണ്ടാകത്തക്ക വണ്ണം സാത്താനെ പുറത്താക്കുകയില്ല. ഹല്ലേലൂയ. സാത്താനെ പുറത്താക്കത്തില്ല. കാരണം വലിയ കൂട്ടം സാത്താന്യ ശക്തികൾ ലോകത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. സാത്താന്യ ആരാധന കേരളത്തിന്റെ 14 ജില്ലകളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. സാത്താന്യ ശക്തികളും സാത്താന്യ കൂട്ടങ്ങളും ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭാരതം മുഴുവൻ അനുഭവത്തിൽ സാത്താന്യ ശക്തികൾ പെരുകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് സാത്താനും അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി അവർ ഇറച്ചി വരുത്തുന്നില്ല. അവരിന്ന് ചൈക്യതയുടെ കടന്നു പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ മേൽ ദുരാത്മാവ് ഉണ്ടെന്ന്, നിന്റെ മേൽ സാത്താന്യ ശക്തി ഉണ്ട്, നിന്റെ മക്കളെ ദുരാത്മാവ് പിടിച്ചിട്ടുണ്ടെന്ന് ബോധ്യം വന്നാൽ അതിനെ പുറത്താക്കുവാൻ അധികാരമുള്ളവന്റെ എനിക്ക് നീ ചേക്കണം. ഭൂതത്തെ പുറത്താക്കുവാൻ അധികാരമുള്ളവന്റെ എനിക്ക് ചെല്ലണം. ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരമുള്ളവന്റെ എനിക്ക് ചെല്ലണമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ കർത്താവിനെ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ദാസിദാസന്മാരിലേക്ക് ചെല്ലണം. അല്ലാതെ ഇന്ന് സാത്താന്യ ശക്തികൾ പിശാചുക്കളാൽ നിറയപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്നതിന്റെ അരികിലേക്ക് ചെന്നാൽ അതിനകത്ത് സൗഖ്യം വരികയില്ല. ഞാൻ ഈ ദൈവത്തിനും പറയുമ്പോൾ ഒരുപാട് ഭൂതബാധർ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് ഭൂതബാധർ ഇവിടെ വന്ന് ഒരുപാട് കോലം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് തുള്ളിയും ചാടിയും ആടിയും പാടിയും നൃത്തം ചെയ്തും നിലവിളിച്ചും കാളയും കൂപിയും ഒക്കെ പല തന്ത്രങ്ങൾ അവർ കാണിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അവരോടൊക്കെ ചോദിക്കും, പറയാനുണ്ട്, ഞങ്ങൾ പല സ്ഥലത്തും പോയി ഞങ്ങൾ പല സ്ഥലത്തും പോയിട്ടും ഞങ്ങളുടെ മേലുള്ള ദുരാത്മാവ് മാറിയിട്ടില്ല. കുടുംബത്തിനകത്ത് എന്നും കണ്ണുനീരാ. സമയാസമയങ്ങളിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ കുടുംബത്തിനകത്ത് എന്തൊക്കെ നടക്കുന്ന അറിയത്തില്ല. അങ്ങനെ പലരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ, സാത്താനെ പുറത്താക്കാൻ കഴിയത്തില്ല. അങ്ങനെ സാത്താനെ പുറത്താക്കാൻ ശ്രമിച്ചാൽ അവരുടെ ഇടയിൽ ഭിന്നതകൾ ഉണ്ടാകും. അതുകൊണ്ട് സാത്താന്യ ശക്തികൾ ഒരിക്കലും ഭൂതത്തെ പുറത്താക്കുവാൻ അവർ ഒരുങ്ങുന്നില്ല. എന്നാൽ സാത്താന്യ ശക്തികൾ ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരമുള്ളത് ദൈവസഭയ്ക്കാണ്, ദൈവദാസിദാസന്മാർക്കാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് നൽകിയ അധികാരത്തിലൂടെ അവർ സാത്താന്യ ശക്തികളെ പുറത്താക്കും. ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പിശാചുക്കൾ തമ്മിൽ ഭിന്നത ഉണ്ടാകാതെ വണ്ണം സാത്താനെ പുറത്താക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ബേൽസെബൂൽ എന്ന് പറയുന്നത് ഫിലിസ്ത്യരുടെ സ്തോത്രം അല്ലെങ്കിൽ ഫിലിസ്ത്യരുടെ ഈ എക്രോനിലെ ദേവനാണെന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകം ഹല്ലേലൂയ 1-ാം അധ്യായം അതിന് 2-ാം വാക്യം കാണുന്നത്. ബേൽസെബൂൽ എന്ന എബ്രായ പദത്തിന് ഈച്ചകളുടെ ദേവൻ എന്ന അർത്ഥം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കാണുന്നത് യഹൂദ പ്രമാണികൾ ബേൽസെബൂൽ എന്ന ഭൂതത്തിന്റെ ശക്തി കൊണ്ടാണ് യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് അവർ പറഞ്ഞു പിറുപിറുത്തു. ഹല്ലേലൂയ. സ്തോത്രം. അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദ പ്രമാണിമാരെന്തോ പറഞ്ഞു, ബേൽസെബൂലിനെ കൊണ്ടാണ് യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് അവർ പറഞ്ഞു പിറുപിറുക്കുകയാണ്.
എന്ന് സർവജ്ഞാനിയായ യേശു അവരുടെ ഈ ചിന്താഗതി അറിഞ്ഞ് അവരോട് ഭിന്നതയുള്ള കുടുംബമോ രാജ്യമോ നിലനിൽക്കുകയില്ല. ഞാൻ ഭൂതത്തെ ഉപയോഗിച്ച് ഭൂതത്തെ പുറത്താക്കിയാൽ അത് അവരുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ബാധിക്കില്ല എന്ന് യേശു ചോദിക്കുക. മാത്രമല്ല, അവരുടെ ഇടയിൽ ഭൂതോച്ചാടനം നടത്തുന്ന യഹൂദന്മാരും ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന യഹൂദന്മാർക്ക് പോലും യേശുക്രിസ്തു ഭൂതങ്ങളെ വിടുവിച്ചതും ഭൂതങ്ങളെ പുറത്താക്കിയതും രോഗികളെ സൗഖ്യമാക്കിയതും അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നതൊക്കെ യഹൂദ പ്രമാണികൾ പോലും വിശ്വസിച്ചിരുന്നില്ലെന്നാണ്. അത് തന്നെയല്ലേ ഇന്നും ലോകം കാണുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിലും അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനം നടക്കുന്ന കാണുമ്പോൾ ഇന്നത്തെ ആളുകളും പണ്ടത്തെ യഹൂദ പരീശന്മാരെ പോലെ തന്നെ ഇന്നും ഒരു കൂട്ടം ആളുകൾ മാറി നിന്ന് ശുശ്രൂഷകരെ വെല്ലുവിളിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാ, നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും യേശുക്രിസ്തു മാത്രമാണ് സർവജ്ഞാനിയായ ദൈവം, ഭൂതത്തിന്മേൽ അധികാരമുള്ളവനെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ ചിന്താഗതി കൊണ്ടും ബുദ്ധി കൊണ്ടും നിങ്ങളുടെ പ്രമാണങ്ങൾ കൊണ്ടും ഒക്കെ യേശുക്രിസ്തുള്ള ദൈവത്വത്തെ നിഷേധിപ്പാൻ ശ്രമിച്ചാൽ, ഹല്ലേലൂയ, ഞാൻ മുമ്പ് ആവർത്തിച്ചതുപോലെ അത് നിനക്ക് നിന്റെ കുടുംബത്തിന് ശാപമായി മാറും. ഹല്ലേലൂയ. ഇവിടെ മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ അബ്രഹാമിന്റെ പുത്രനായിരിക്കുന്ന ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്നാണ് ആരംഭിക്കുന്നത്. ആർക്കെല്ലാം അത്ഭുത സൗഖ്യം വേണോ, വിടുതൽ വേണോ, ആരോഗ്യം വേണോ, കരുണ ദൈവത്തിന്റെ അരികിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. ഇന്ന് പല മനുഷ്യരും എന്താണ് ചെയ്യുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. പലർക്കും അത്ഭുതകരമായി സൗഖ്യം ആവശ്യമാണ്, വിടുതൽ ആവശ്യമാണ്, ആരോഗ്യം ആവശ്യമാണ്, രോഗശാന്തി ആവശ്യമാണ്. പക്ഷെ അവരെല്ലാം മറ്റു മാർഗങ്ങളും ഉപയോഗിക്കുമ്പോൾ, മറ്റു മാർഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് നിന്റെ മേലുള്ള ഭൂതത്തെ പുറത്താക്കുവാൻ, നിനക്ക് ആരോഗ്യം തരുവാൻ, സമാധാനം തരുവാൻ, നിന്റെ ബന്ധനം അഴിക്കുവാൻ, നിന്റെ കുടുംബത്തിന്റെ ഇരുളിനെ മാറ്റുവാൻ നീ യേശുവിന്റെ അരികിലേക്ക് തന്നെ കടന്നു വരണമെന്നാണ്. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ അരികിലേക്ക് കടന്നു വന്നാൽ നിനക്കൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ. ഊമനും ഭൂതഗ്രസ്തനുമായിരിക്കുന്ന മനുഷ്യൻ നിലവിളിച്ചു, ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അവൻ നിലവിളിച്ചതുപോലെ നീയും ദൈവത്തോട് നിലവിളിക്കുന്നെങ്കിൽ ദൈവം നിന്നോടും കരുണ കാണിക്കും. ഹല്ലേലൂയ. ദൈവം നിന്നോടും കരുണ കാണിക്കും. നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഈ ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണം എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്ന് ഒരു പ്രാവശ്യം കുഴന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന്, കർത്താവേ എന്ന് അവർ പറഞ്ഞു. ഹല്ലേലൂയ. അവൻ അവരുടെ കണ്ണുകളെ തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. ഹല്ലേലൂയ. പിന്നെ യേശു, നോക്കുവിൻ, ആരും അറിയരുതെന്ന് അമർച്ചയായി കൽപ്പിച്ചു. അവര് പുറപ്പെട്ട് ദേശത്തിലൊക്കെയും അവന്റെ ശ്രുതിയെ പരത്തിയെന്ന് മത്തായി സുവിശേഷം 9-ാം അധ്യായം 27 തൊട്ട് 30 വരെ വാക്യങ്ങൾ വായിക്കുമ്പോഴും അവിടെയും കുരുടന് കൊടുത്ത കാഴ്ചയെക്കുറിച്ച് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ കുരുടന്റെ കണ്ണ് തുറന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യർക്കും കുരുടന്റെ കണ്ണ് തുറക്കാൻ കഴിയത്തില്ല, ചെകിടിന് കേൾവി കൊടുക്കാൻ കഴിയത്തില്ല, ഊമനെ സംസാരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സംസാരിക്കാൻ ഈ ലോകത്തൊരു ശക്തിക്കും കഴിയത്തില്ല. അപ്പൊ ഊമന് സൗഖ്യം കൊടുക്കണം, കുരുടന് കാഴ്ച കൊടുക്കണം, ചികടൻ കേൾക്കണമെങ്കിലും, മുടത്തൻ തുള്ളിച്ചാടി നടക്കണമെങ്കിലും, ഭൂതങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിലും യേശുവിന്റെ അരികെ തന്നെ വരണം. കാരണം പരമാധികാരി യേശുവിനാണ്. പരമാധികാരി യേശു. അതുകൊണ്ട് യേശുവിന് മാത്രമേ ആ ശുശ്രൂഷണയിൽ അധികാരമുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ആരെങ്കിലും ദുരാത്മാവിനെ കെട്ടപ്പെട്ട് മാരകമായ വ്യാധിയാൽ ബന്ധിക്കപ്പെട്ട് ദേശത്തിന് ഊരുകൾ ആഭിചാരം മന്ത്രവാദ കൂടോത്ര ശുദ്രശക്തിയാൽ ബന്ധിക്കപ്പെട്ട് നീ നിന്റെ കുടുംബം തകർച്ചയുടെ നടുവിലാണോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, ദൈവം ദേശത്താക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാരുണ്ട്. ദൈവത്തിന്റെ അഭിഷക്തന്മാരുടെ അരികെ ചെന്നതിന്റെ വിഷയങ്ങളെ നീ സങ്കടത്തോടെ പറഞ്ഞാൽ നിന്നോട് കരുണ തോന്നുന്ന ദൈവത്തോടെ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിക്കുമ്പോൾ എന്റെയും ദൈവം നിന്നോട് കരുണ കാണിക്കും, രക്തം ചെയ്യും, നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ മാറിപ്പോകും. ഹല്ലേലൂയ. അപ്പം കുരുടന്റെ കണ്ണ് തുറന്നത് യേശു മാത്രമാണ്. ഹല്ലേലൂയ. ഇന്ന് പലരും പല വ്യാജ അത്ഭുതങ്ങളും ചെയ്യുന്നുണ്ട്. ചില അസ്ഥിരോഗ വിദഗ്ധന്മാരാണെന്നും പറഞ്ഞ് ചിലരൊക്കെ പല ശുശ്രൂഷ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പല മേഖലയിലും കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം. പലതും കെട്ടുകഥകളും കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകളും പലതും അല്ലെങ്കിൽ ദൈവഹിത പ്രകാരം അല്ലാത്തതും ആയി നടക്കുന്നതൊക്കെ എല്ലാം താൽക്കാലികമാണ്.
ഹല്ലേലൂയ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യേശുക്രിസ്തുവാണ് നിനക്ക് സൗഖ്യം നൽകുന്നെങ്കിൽ, യേശുക്രിസ്തുവിലൂടെ നീ സൗഖ്യം പ്രാപിക്കുന്നതെങ്കിൽ അത് നിലനിൽക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. അത് സ്വതന്ത്രം. പണ്ടൊക്കെ അല്ലെങ്കിൽ നമ്മൾ പല മീറ്റിങ്ങുകളുണ്ട്, കുരുടന്റെ കണ്ണ് തുറന്നൊക്കെ പറഞ്ഞേച്ച് ആമേൽ അല്ലെങ്കിൽ വലിയ ശുശ്രൂഷ എന്നത് പിന്നീട് നോക്കുമ്പോൾ ഇന്ന് കുരുടന്റെ കണ്ണത് പോലെ തന്നെ ഇരിക്കുന്നു. ആമേൽ മുഴ മാറിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രഹസനമൊക്കെ ഉണ്ടാക്കി യോഗം കഴിയുമ്പോൾ മുഴ അവിടെ തന്നെയുണ്ട്. ഊര് മാറിപ്പോയെന്ന് പറഞ്ഞിട്ട് അവര് പ്രാർത്ഥന കഴിയുമ്പോൾ ഊരായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഭൂതം പുറപ്പെട്ടു പോയി, ഭൂതത്തെ പുറത്താക്കിയെന്ന് പറഞ്ഞവരൊക്കെ യോഗം കഴിഞ്ഞപ്പോൾ വീണ്ടും ഭൂതത്തല്ലിൽ തന്നെ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇതൊന്നും താൽക്കാലികമായ വിടുതൽ ജനത്തിന് കിട്ടിയതാണ്. താൽക്കാലികമായ വിടുതലല്ല യേശു നൽകുന്നത്. ദൈവം നിനക്ക് നൽകുന്ന വിടുതൽ എന്ന് പറയുന്നത് നിത്യമായതാണ്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ സാത്താനി ബന്ധനം വിടുവിക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വാങ്ങി പുരുഷാരും ഒക്കെയും വിസ്മയിച്ചു, ഇവൻ ദാവീദ് പുത്രൻ ധനയോ. അപ്പൊ യേശു ഗുരുടനെ കാണിച്ചു കൊടുത്തപ്പോൾ, മൂവനും ഗുരുടനുമായ സൗഖ്യം കൊടുത്തപ്പോൾ ജനത്തിനൊരു സംശയം, അല്ലൊരു ഈവൻ ദാവീദ് പുത്രൻ ധനയോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ ഈ സർവ്വ ലോകത്തിന്മേൽ അധികാരമുള്ളൂ. അല്ലേ? സകല ലോകത്തിന്മേലും സകല സൃഷ്ടിയുടെ മേലും അധികാരമുള്ള യേശുവിന് മാത്രമാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമേ ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. പണ്ടൊരാൾ എനിക്ക് സാമ്യം മീറ്റിങ്ങിനൊക്കെ വന്നു. പുള്ളി പറഞ്ഞത് പല ബന്ധനങ്ങളാൽ ഭൂതത്തെ പിടിക്കപ്പെട്ട് സമാധാനമില്ല, സന്തോഷമില്ല, കുടുംബത്തിനകത്ത് കണ്ണുനീര, പല വഴികളിലും പോയി പലരും പുറത്താക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീട്ടിൽ വരുമ്പോൾ വീണ്ടും എൻ്റെ പാസ്റ്റേ പഴയതുപോലെ തന്നെയാണ്. പാസ്റ്റർക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ആമേന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ചില പ്രാർത്ഥനകൾ ക്രമീകരിച്ചു. ഈ വ്യക്തിയും പങ്കെടുത്തു. അല്ലെങ്കിൽ ആ മീറ്റിങ്ങിനകത്ത് അവർ ഭൂതത്തിൽ നിന്ന് പുറത്ത് ഭൂതബന്ധനത്തിന് പുറത്തായി അവനിൽ നിന്ന് മോചനം പ്രാപിച്ചു. അപ്പോഴാണ് അവർ മനസ്സിലായത്, മുമ്പ് ഞാൻ പോയ വഴികളെല്ലാം തെറ്റായിരുന്നു എന്നാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാ, ഭൂതത്തെ പുറത്താക്കുവാൻ അധികാരമുള്ളവന്റെ അരികിലേക്ക് നീ വരണം. ഹല്ലേലൂയ. ഈ ഭൂതങ്ങളെ പുറത്താക്കുക, രോഗികളെ സൗഖ്യമാക്കുക, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ ഇന്നും നടക്കുന്നെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമേ നടക്കുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ കുടുംബത്തിന്റെ കെട്ടയിടമെങ്കിൽ നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഈ കാണുന്ന മുഴു ലോകത്തെ അടക്കി ഭരിക്കുന്ന രാജാതി രാജാവ്, സർവത്തിന്റെ ഉടവിനായിരിക്കുന്ന യേശുക്രിസ്തു മാത്രമേ മനുഷ്യനെ സ്വതന്ത്രമാക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. സകല മനുഷ്യൻ പാപത്തിന്റെ ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുന്നു, സകല മനുഷ്യൻ രോഗത്തിൽ അകപ്പെട്ട് കിടക്കുന്നു, സകല മനുഷ്യനും വിവിധമായ പൈശാചിക ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുകയാണ്. വിടുതലിന് വേണ്ടി മനുഷ്യൻ ഉലകം ചുറ്റി നടന്നിട്ടും ഒരു പ്രയോജനമില്ലാതെ, നാം ഈ കയ്യിലുണ്ടായിരുന്നെല്ലാം നഷ്ടപ്പെട്ടതല്ലാതെ ഒന്നിനൊരു മറുപടി ഇല്ലാതിരിക്കുമ്പോൾ ഇന്ന് പറഞ്ഞ് ഞങ്ങൾ ദൈവസനിൽ ഉറക്കം വിളിച്ചു പറയുകയാണ്, നിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ മകന്റെ ബന്ധനം അഴിയാൻ വേണ്ടി, നിന്റെ മകളുടെ ബന്ധനം അഴിയാൻ വേണ്ടി നീ ഏതെല്ലാം മേഖലകൾ കടന്നുപോയി, ഏതെല്ലാം ക്രിയകൾ നീ ചെയ്തതൊക്കെ ഇന്നും വിടുതലില്ലാതെ നിന്റെ പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പറഞ്ഞ ശക്തമായ ഭൂത കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാർ എവിടെയുണ്ടെന്ന് നീ അന്വേഷിച്ച് അവരുടെ അരികിൽ ചെന്ന് നീ നിന്റെ മക്കൾക്ക് വേണ്ടി, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ ബന്ധനത്തിൽ നിനക്ക് പുറത്തു വരാൻ കഴിയും, വിടുതൽ പ്രാപിക്കാൻ കഴിയും, മോചനം പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ അധികാരം യേശുവിനാണ്. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ ശുശ്രൂഷയൊക്കെ കണ്ടിട്ട് ജനം ഭയങ്കരമായിട്ട് വിസ്മയിച്ചു, ആശ്ചര്യപ്പെടുകയാണ്. ഇവൻ തന്നെയാണോ ദാവീദ് പുത്രൻ? ഇവൻ തന്നെയാണോ മശിഹ? ഇവൻ തന്നെയാണോ വരുവാനുള്ളവൻ? ഇവൻ തന്നെയാണോ ദൈവം എന്നൊക്കെ ജനം ആശ്ചര്യപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഞങ്ങൾക്കൊരു സംശയമില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു തന്നെയാണ് ലോകരക്ഷിതാവ്. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു തന്നെയാണ് ദാവീദ് പുത്രൻ. അവൻ തന്നെയാണ് മശിഹ. അവൻ തന്നെയാണ് ഈ സർവ്വത്തിന്റെ ഉടയവൻ. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മർക്കോസിന്റെ വിശേഷം 16-ാം അധ്യായം അതിന്റെ 16 തൊട്ട് വാക്യങ്ങൾ വായിക്കും. വിശ്വസിക്കുകയും സ്നാനമേൽക്കും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്ത ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസ അട്ടകാലം നടക്കാൻ മറ്റേ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുപാഠികൾ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ച് മരണകരമായ യാതൊരു കുടിച്ചാലും കാര്യം വരികയില്ലെന്നൊക്കെ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ പുറത്താക്കുവാൻ ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് അധികാരമുണ്ട്.
വിശുദ്ധി ജീവിക്കുന്നവർക്കാ കേട്ടോ ലേരിയ അധികാരത്തിലൂടെ കർത്താവ് നൽകുന്നത്. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ യേശു അവിടം വിട്ട് സീതോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തുനിന്ന് ഒരു കന്യാനി സ്ത്രീ വന്ന് അവനോട്, കർത്താവേ ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഉപദ്രവത്തിന് കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നുവെന്ന് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 22 തൊട്ട് 28 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. ലേരിയ അപ്പം കനാനി സ്ത്രീയുടെ മകൾക്കും അല്ലരിയ ആമെ ഭൂതമാണ്. ലേരിയ സ്തോത്രം, ഭൂതം പിടിച്ചിരിക്കുകയാണ്. അവളും അല്ലരിയ ആ കാലഘട്ടത്തിൽ അവളുടെ മകളുടെ മേലുള്ള ഭൂതത്തെ പുറത്താക്കാൻ വേണ്ടി കനാനി സ്ത്രീ ഒരുപക്ഷെ പല വാതിലുകളും പല മേഖലകളും പലരുടെ അരികെ ചെന്ന് കാണും. അവരെല്ലാവർക്കും അവളുടെ മകൾക്ക് സൗഖ്യമാകാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ വായിച്ച വചനം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 22 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയും. കനാനി സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കുന്നു. ആ ദേശത്തൊരു കനാനി സ്ത്രീ വന്ന് അവരോട്, കർത്താവേ ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതരോഗത്തിന് കഠിനമായിരിക്കുന്നു നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന്, അവർ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആട്ടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് യേശു ഹല്ലേലൂയ ഉത്തരം പറയുന്നുണ്ട്. തുടർന്ന് ഹല്ലേലൂയ താഴ്ത്തു വായിച്ചു കാണുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം പറയുന്നുണ്ട്. എന്ന് കർത്താവ് എന്നെ സഹായിക്കണമെന്ന് ഇവിടെ പറയുക എന്ന് അവൾ പറഞ്ഞു. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനവൾ, അതേ കർത്താവ്, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കത്തിൽ നിന്ന് തിന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. അപ്പൊ ഞാൻ ആ പറഞ്ഞതിന്റെ കാരണം, ഞാൻ ആ ഭാഗം വായിച്ച്, അതിനു മുമ്പ് അവൾ പല സ്ഥലങ്ങളിലും പോയി കാണും, പല ആളുകളെ സമീപിച്ചു കാണും. മുമ്പ് പറഞ്ഞു അവളുടെ മകളെ പലരെയും കൊണ്ട് കാണിച്ചു, പലരുള്ള മകളുടെ മേലുള്ള ദുരാത്മാവിനെ പുറത്താക്കാൻ ശ്രമിച്ചു കാണും. പക്ഷേ അവളുടെ മേലുണ്ടാകുന്ന കനാനി സ്ത്രീയുടെ മകളുടെ മേലുണ്ടാകുന്ന ദുരാത്മാവിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവൾ എത്തേണ്ട സ്ഥലത്തെത്തിയപ്പോൾ, കനാനി സ്ത്രീ പറയേണ്ട സ്ഥലത്ത് വന്ന് പറയേണ്ടവരോട് പറഞ്ഞപ്പോൾ, അവൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയപ്പോൾ എന്ത് ചെയ്തു? അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ആമെ ഭൂതത്തെ പുറത്താക്കുവാൻ കഴിവുള്ളവന്റെ അരികിലേക്ക് നീ വരുന്നെങ്കിൽ, ലരിയ അവൻ അങ്ങനെ നീ എത്തുകയാണെങ്കിൽ, ലരിയ നീ നിന്റെ മകന്റെ ഭൂതത്തിൽ നിനക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയും. അപ്പൊ ഇന്ന് നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ലെന്നുള്ളതാണ്. ഇപ്പോഴും നിങ്ങളുടെ പഴയ ചിന്താഗതി നിലനിൽക്കുക. നിങ്ങളുടെ പഴയ ചിന്താഗതി നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയാത്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, കന്യാനി സ്ത്രീ എത്തേണ്ട സ്ഥാനത്ത് എത്തിയപ്പോൾ, കാണേണ്ടവനെ കണ്ടു കഴിഞ്ഞപ്പോൾ, പറയേണ്ടവനോട് വിഷയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അധികാരമുള്ള യേശു എന്ത് ചെയ്തു? അവളുടെ മകളുടെ മേലുണ്ടാകുന്ന ഭൂതത്തെ പുറത്താക്കി. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. നാം ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. ഇത് തന്നെയാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം എന്റെ 30 തൊട്ട് അല്ലെങ്കിൽ യശോദം 34 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇവിടെ കാണുന്നത് 2 പുരുഷന്മാർക്ക് അല്ലെങ്കിൽ കാഴ്ച നൽകുന്നു. അവർ എരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. അപ്പോൾ വഴിയരികെ ഇരിക്കുന്ന 2 പുരുഷന്മാർ യേശു കടന്നു പോകുന്നത് കേട്ട്, കർത്താവേ ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ, കർത്താവേ ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു. യേശു നിന്ന് അവരെ വിളിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് കണ്ണു തുറക്കുന്നത് കിട്ടണം എന്ന് അവർ പറഞ്ഞു. യേശു മനസ്സറിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു. അവരെ അനുഗമിച്ചു. അപ്പൊ ഈ കുരുടന്മാരും മുമ്പ് പലപ്പോഴും സൗഖ്യത്തിനായിട്ട് ഈ സൗഖ്യത്തിനായിട്ട് ഇരുന്നവരാ. അവരും പല വാതിലുകളും പല വഴികളും ഒക്കെ മുട്ടി നോക്കി. എന്നിട്ടും അവർക്ക് സൗഖ്യം വന്നില്ല. കണ്ണ് തുറക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കാലഘട്ടത്തിൽ അന്ന് ഒരുപാട് ബിരുദന്മാരുണ്ടായിരുന്നു, അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു ആ വഴി കടന്നു പോകുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവർ നിലവിളിച്ചു, ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ. അല്ലയ്യ, അവരെ ശിഷ്യന്മാർ തടഞ്ഞുവെങ്കിലും അവർ അധികമായി നിലവിളിച്ചു. ആ നിലവിളി കേട്ട് യേശു നിന്ന്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം?
അല്ലെ? നമ്മുടെ ഗുരുവിന്റെ ചോദ്യത്തിന് മറുപടി കുരുടന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് കാഴ്ച ലഭിക്കണം. അല്ലേ? അതേ, കുരുടന് കാഴ്ച കൊടുക്കാൻ കഴിയുന്നവർ യേശു മാത്രമാണ്. അല്ലേ? അപ്പം കുരുടന് കാഴ്ച കൊടുക്കാൻ കഴിയുന്ന യേശു മാത്രം, ചെകിടിന് അവന് കേൾക്കുവാൻ കേൾവി കൊടുക്കാൻ കഴിയുന്ന യേശു മാത്രം, ഭൂതത്തെ പുറത്താക്കുവാൻ യേശുവിന് മാത്രം അധികാരം. ഈ ലോകത്തിൽ മറ്റൊരു ശക്തിക്കും അതിനധികാരമില്ല. ഇന്നും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലേ? അതുകൊണ്ടാണ് ദൈവദാസിദാസന്മാരുടെ ശുശ്രൂഷയ്ക്കെതിരെ ഒരു പറ്റം ആളുകൾ വെല്ലുവിളി ഉയർത്തുന്നത്. ശുശ്രൂഷകരെ ഒരു കൂട്ടം ആളുകൾ ശബ്ദം ഉയർത്തുന്നത്, അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും അതേപോലെ നടക്കുന്നത് കാണുമ്പോൾ പലർക്കും അങ്ങോട്ട് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ എത്ര കലിതുള്ളി നിന്നാലും, എത്ര പ്രതികൂലം ഉണ്ടാക്കിയാലും, എത്ര നീ വെല്ലുവിളി ഉണ്ടാക്കിയാലും, ഏതെല്ലാം വിധത്തിൽ ദൈവസഭയെ തകർക്കാൻ നോക്കിയാലും, കർത്താവായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ദൈവസഭയ്ക്കകത്ത് ദൈവമക്കളുടെ അവരുടെ ശുശ്രൂഷകളുടെ ദൈവം വെളിപ്പെടുത്തും. ആമേൻ. യേശുവിന്റെ കാലഘട്ടത്തിൽ നടന്നുപോലെ തന്നെയുള്ള അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഈ കാലഘട്ടത്തിൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുക. വിശ്വസിച്ചുകൊണ്ട് ദൈവസേനയ്ക്ക് മടങ്ങി വരുന്നെങ്കിൽ, നീ ഏത് ബന്ധനത്തിൽ അകപ്പെട്ട വ്യക്തിയായിരുന്നാലും യേശു നിനക്ക് വിടുതലകാൻ ആഗ്രഹിക്കുക. അല്ലേലിയ. ഇവിടെ യേശുവോടെ കണ്ണെ തൊട്ടു, അല്ലെങ്കിൽ ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു, അവനെ അനുഗമിച്ചു. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നിങ്ങൾ യാചിക്കുകയും തീർച്ചയായും അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. ആരെങ്കിലും ബന്ധനത്തിൽ അകപ്പെട്ട്, ഭൂതബന്ധത്തിൽ അകപ്പെട്ട്, വൈശാലി ബന്ധത്തിൽ അകപ്പെട്ട്, സാത്താനി ബന്ധത്തിൽ അകപ്പെട്ട് ആരെങ്കിലും ആയിരിക്കും മഹാരോഗത്തിനായ ആമെ അറുതിയില്ലാതെ നീ ഭാരപ്പെടുന്നയാണോ? കിടക്കയിലായിരിക്കുകയാണോ? ദേശത്തിന്റെ ശക്തികൾ, ദേശത്തിന്റെ ഭൂരികൾ, ആഭിചാര മന്ത്രവാദ കൂടോത്ര ശക്തികൾ നിനക്കെതിരെ വാതുകെട്ടി അവകാശം പറയുന്നുണ്ടെങ്കിൽ, നിന്നെ ഒരു മാരക രോഗിയാക്കി മാറ്റുവാൻ വേണ്ടി വൈശാലിത്യത്തിൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിനക്ക് കാഴ്ചയില്ലാത്തവനാണ്, കേൾവിയില്ലാത്തവനാണ്, ഇന്ന് പകരം നീ യേശുവിന്റെ അരികിലേക്ക് വരുന്നെങ്കിൽ നിന്റെ എല്ലാ ബന്ധനങ്ങളെ അഴിക്കുവാൻ യേശു വിശ്വസ്തനാണ്. അതുകൊണ്ട് ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണം എന്ന് കുഴമാർ നിലവിളിച്ചതുപോലെ നീ നിലവിളിക്കുന്നെങ്കിൽ യേശു നിന്റെ കുടുംബത്തിൽ ഇന്ന് പോലെ അത്ഭുതം ചെയ്യും. മാരകമായ രോഗത്തിനടിമയായ ഏത് രോഗബന്ധനത്തിനായിരുന്നാലും യേശു നിന്നെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അതെ, ഇന്ന് പകൽ നിങ്ങൾ എന്നോടൊപ്പം കേൾക്കുന്ന സ്തോത്രം. ഇന്ന് പകൽ എന്നോടൊപ്പം പറയാമോ? കർത്താവേ, ഞാനും എൻ്റെ മക്കളും, ഞാനും എൻ്റെ ഭർത്താവും, ഞാനും എൻ്റെ മരുമക്കളും, ഞാനും എൻ്റെ മാതാപിതാക്കളും, ഞാനും എൻ്റെ സഹോദരങ്ങളും അനുഭവിക്കുന്ന ദേശത്തിന്റെ ഭൂരികൾ ആഭിചാര മന്ത്രവാദ ഭൂരോത്ര ശക്തിയുടെ കയ്യിൽ നിന്ന്, ദുരാത്മാവിന്റെ സേവയിൽ നിന്ന് ഞങ്ങൾ എൻ്റെ കുടുംബത്തെ വിടുവിക്കണമെന്ന് നീ യേശുവോട് പറയുന്നെങ്കിൽ, ഇന്ന് പകൽ കർത്താവ് നിന്റെ കുടുംബത്തെ സൗഖ്യമാക്കാൻ പോവുക. നാളുകളായി നിന്റെ കുടുംബത്തെ ബന്ധിച്ചിരിക്കുന്ന ആ പൈശാചിക ബന്ധനങ്ങളെ ദൈവം നീക്കാൻ പോവുക. ആഭിചാരങ്ങളും മന്ത്രവാദം കൂടോത്രവും ശുദ്ധങ്ങളും നിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിച്ച വ്യക്തിയുടെ കുടുംബം തന്നെ നിന്റെ മുമ്പിൽ തകരുന്നത് നിനക്ക് കാണാൻ കഴിയും. നിന്നെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കിയവർ, നിന്നെക്കുറിച്ച് അപവാദം പറഞ്ഞവരുടെ ജീവിതത്തിൽ, അവരുടെ തലമുറയിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടാൻ പോവുകയാണ്. അല്ലേരിയ, ദൈവത്തിന്റെ ദാസന്മാർക്കെതിരെ വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന പൈശാചിക ശക്തികളെ ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിർവീര്യമായി അല്ലേരിയ അതിനെ ദൈവം ഉടച്ചു മാറ്റാൻ പോവുകയാണ്. അതെ, ദൈവം എന്ന് പകരം നിനക്ക് നിന്റെ കുടുംബത്തിൽ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. വിശ്വസിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ, കർത്താവിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ ഇന്ന് പകൽ യേശു നിന്റെ കുടുംബത്തെ വിടുവിക്കും. നിനക്ക് നേരെ ഉയരുന്ന പൈശാചിക ശക്തികളെ തകർത്താൻ നിന്റെ കൺമുമ്പിൽ തന്നെ തകർക്കുക തന്നെ ചെയ്യും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. പുരുഷാരെ ഒക്കെ വിസ്മയിച്ചു ദാവീദ് പുത്രൻ തന്നെയോ ഓമനും ഗുണരുമായിരിക്കുന്ന മനുഷ്യനെ കാഴ്ച കൊടുത്തപ്പോൾ യഹൂദന്മാർ പരീശന്മാർ പറഞ്ഞു, ഇവൻ ബെൽസെബൂലിനെ കൊണ്ടാണ് ഭൂതത്തെ പുറത്താക്കുന്നത്. യേശുവോടെ നിരൂപണം ചിന്തകൾ തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, ഭൂതത്തെ പുറത്താക്കാൻ കഴിയില്ല. അങ്ങനെ പുറത്താക്കി അവർ തമ്മിൽ ചിന്തിരിക്കും. അതുകൊണ്ട് അത് കഴിയില്ലെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത്, ഭൂതത്തിന്മേൽ അധികാരമുള്ളവൻ, സർവ്വത്തിന്മേൽ അധികാരമുള്ളവൻ, കുരുടൻ കാഴ്ചകൊടുത്തും ചെകിട്ടൻ കേൾവി കൊടുത്തുവാൻ, മുടന്തനെ നടക്കുവാൻ, മരിച്ചവരെ അധികാരമുള്ള യേശുക്രിസ്തു അവിടെ നൽകി സൗഖ്യം നൽകിയതുപോലെ ഇന്ന് പോൽക്കാലം കർത്താവ് നിരവധി കുടുംബങ്ങൾ പാപത്തിൽ, ശാപത്തിൽ, രോഗത്തിൽ, ബന്ധനത്തിൽ, ഭൂതബന്ധനങ്ങൾ, അവിചാരം മാത്രം കൂടുതൽ സുന്ദര ശക്തികളാൽ, ദേശത്തിന്റെ ഭൂരികളാൽ പല കുടുംബങ്ങളും ബന്ധിക്കപ്പെട്ട് സമാധാനമില്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും ബാലൻസ് ലഹരിക്കും ഒഴിവുപെട്ട് കർത്താവ് ചെടിക്ക് വ്യഭിചാര പരസംഗ അശുദ്ധി ദുഷ്കാമത്തിൽ അകപ്പെട്ട് കിടക്കുന്ന, സാത്താൻ ശക്തിയിൽ അകപ്പെട്ട് കിടക്കുന്ന അനേക കുടുംബങ്ങളെ ഇന്ന് പകൽ ദൈവം വിടുവിക്കുന്നതായി പ്രാർത്ഥന
പ്രാർത്ഥിക്കുന്ന ലേലിയ. അനവധി തലമുറകൾ പാപത്തിൽ വീടുകൊണ്ടിരിക്കുമ്പോൾ, അനവധി കുടുംബ ജീവിതങ്ങൾ തകരുമ്പോൾ, കുടുംബ ജീവിതത്തിനകത്ത് അവിശ്വാസങ്ങൾ, കർത്താവ് അവിഹിതമായ ബന്ധങ്ങളും മുഖാന്തരം പല കുടുംബങ്ങളിൽ സാത്താനായി ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ, ഇതുപോലെ അങ്ങനെയുള്ള കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന സകല സാത്താന ശക്തികളെയും, സകല വ്യഭിചാര ശക്തി, സകല ദുഷ്മാർഗ ശക്തികളെയും ഇതുപോലെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാണ്. ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും വിരുദ്ധമായി എഴുന്നേൽക്കുന്ന, അപവാദമായി എഴുന്നേൽക്കുന്ന സാത്താന ശക്തികളെ ദുഷ്ട മനുഷ്യന്റെ നാവിനെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിക്കുകയാണ്. ലേവിയ കേരളത്തിനായി, ഭാരതത്തിനായി, കർത്താവ് ലോകരാജ്യങ്ങൾക്കായി, 800 കോടി ജനത്തിനായി, തലമുറകൾക്കായി, എണ്ണത്തെ പെടാത്തവർക്കായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, സകല പൈശാചി ബന്ധപ്പെട്ട് കിടക്കുന്നവർ വിടിവിക്കപ്പെടണമേ. കർത്താവ് സ്വന്തം ജനം മാനസാന്തരത്തിൽ മടങ്ങി വരട്ടെ. ദുഷ്ടതയും ദുർമാർഗ്ഗ ജനം മടങ്ങി വരട്ടെ. സകല അശുദ്ധമായ ജനം മടങ്ങി വരുവാൻ ജനങ്ങളിൽ ശൈശവത്തിനും ബാല്യ കൗമാര യൗവനത്തിലും വാർത്തകളെ നിരാശപ്പെടുത്തി അശന യാച റോപ്പണ ചോട്ടൽ വീട്ടായിരിക്കും ജനത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവർക്കെല്ലാം ഒരു മാനസാന്തരം കൊടുക്കണമേ. വ്യാധിയിൽ കടന്നു പോകുന്നവർ അല്ലടിയ വിടുതൽ കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. ആമേക്കൂട്ടന് കാഴ്ച കൊടുത്ത ദൈവം, ചികന്റെ കേൾവി കൊടുത്ത ദൈവം, മുടന്തനെ നടക്കുവാനാക്കിയ ദൈവമേ, രക്തസ്രാവക്കാരിക്ക് സൗഖ്യം കൊടുത്ത ദൈവമേ, കർത്താവി മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവം, അല്ലടിയ പക്ഷപാതക്കാരന് സൗഖ്യം കൊടുത്ത ദൈവമേ, ഇന്ന് പകൽ വിവിധ ബന്ധനങ്ങൾ കെട്ടപ്പെട്ടിടുന്ന അനേക കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകല ദുരാത്മാവിന്റെ പോരുകളും ദേശത്തിന്റെ പോരുകളും എല്ലാ പൈശാചികളും ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. ദേശത്ത് വെച്ച് കൂട്ടിയ എല്ലാ സാത്താന ശക്തികളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ ശക്തി നിർവീര്യമാക്കി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ മഹത്വം വെളിപ്പെടണേ. കർത്താവ് സ്വതന്ത്ര സകല ജനത്തെ പാടത്തും പറമ്പിലും കൂടിയിലും പണിയെടുക്കുന്ന, കല്ലോടും മണ്ണിലോട് പണിയെടുക്കുന്ന, ജീവിതത്തിൽ കഷ്ടതയുടെ നടുവിൽ കടന്നുപോകുന്ന, കണ്ണുനീരിന്റെ നടുവിൽ കടന്നുപോകുന്ന അനവധി കുടുംബങ്ങൾക്ക് ഇതുപോലെ ദൈവ സമാധാനം കൊണ്ട് അനവധി തലമുറകൾ മദ്യപാനത്തിലേക്ക്, മയക്കും ലഹരിക്കും അടിമകളാക്കി കുഞ്ഞുങ്ങളെ കർത്താവ് തലമുറ നാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ തലമുറകൾ വിടുവിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ സ്കൂൾ, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങളിൽ വ്യാപരിക്കുന്ന മദ്യ ലഹരി ഉൽപ്പന്നങ്ങളെ അത് ചെയ്യുന്നവരെ, ചെയ്യിപ്പിക്കുന്നവരെ, അതുകൊണ്ട് പണം ഉണ്ടാക്കുന്നവരെ ദൈവം നീക്കം ചെയ്യുവാൻ, അവരെല്ലാം ദൈവത്തിന് വേണ്ടി വരുവാൻ തലമുറകളുടെ വിടുതലും മോചനത്തിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലമുറകൾ നശിപ്പിക്കുന്ന സകല പൈശാചിത്യത്തിന്റെ കയ്യിൽ നിന്നും ജനം വിടുവിക്കപ്പെട്ട് കുടുംബജീവിതത്തെ തകർക്കുന്ന, കുടുംബത്തെ വെല്ലുവിളിക്കുന്ന, അധ്വാനിക്കുന്ന, പണം ചൂഷണം ചെയ്യുന്ന എല്ലാ സാത്താന ശക്തികളെയും ഇതുപോലെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ചെവിടുകയാണ്. സകല കുടുംബത്തിന് വിടുതലയക്കണമേ, സകല കുടുംബത്തിന് സമാധാനം വയ്ക്കണമേ. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിയിലോട്ട് കൊട്ടാരത്തിലും പാർക്കുന്ന സകല ജനത്തിന്റെയും യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കണ്ടായി. ദൈവങ്ങളിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ സമാധാനം ഉണ്ടാകും, സ്വസ്ഥതയില്ലാത്ത കുടുംബം സ്വസ്ഥത ഉണ്ടാകട്ടെ. തകർന്നു കിടക്കുന്ന ജീവിതങ്ങൾ, കുടുംബങ്ങളിൽ ക്രിസ്തു യഥാസ്ഥാനപ്പെടുത്തിയെടുക്കുവാൻ സകല ദേശപൂരുകളും ആവിചാര മന്ത്രവാദ കൂടുതൽ സൂത്രശക്തികളിലെ വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിന് അന്ധകാരം ദുഷ്ടാത്മ സേനകളായി കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നവർക്ക് അങ്ങ് വിടുവിക്കപ്പെടുവാൻ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലത്തിന് നീതി വെളുക്കണം യേശുവിന്റെ വിടിയേറും നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.